ഇസ്രായേൽ ഇറാൻ സംഘർഷ സമയത്ത് ഗത്യന്തരമില്ലാതെയാണ് ഇസ്രായേൽ യുഎസിന്റെ സഹായം തേടിയത്. നമ്മുടെ മിസൈലുകളെ ചെറുക്കാൻ തക്ക ശക്തരായിരുന്നില്ല ഇസ്രായേലികൾ. അവരുടെ മുൻപിൽ മറ്റൊരു പോംവഴിയും ഇല്ലാതെ അവസാനം ഡാഡി എന്ന് അലറി വിളിച്ചുകൊണ്ട് ട്രംപിന്റെ അടുത്തേക്ക് ഓടാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ. ഇസ്രായേലിനെ മുട്ടുകുത്തിക്കാൻ ഇറാൻ ജനത വലിയ പങ്കാണ് വഹിച്ചത്. അതിനെയും ഞാൻ ഇവിടെ ഈ ഒരു അവസരത്തിൽ പ്രശംസിക്കുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ വാക്കുകളാണിത്. ഇവിടെ ട്രംപിനെയാണ് വിദേശകാര്യമന്ത്രി ഉന്നം വെക്കുന്നത്. എവിടെയും ആളാകാൻ വേണ്ടി റോള് കളിക്കുന്ന ആളാണ് ട്രംപ് എന്നും ഇന്ത്യ പാക് സംഘർഷ സമയത്ത് പോലും വെടിനിർത്തലിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ കടിപിടി കൂടിയ മനുഷ്യനാണ്. ആയതിനാൽ തന്നെ ഇസ്രായേലിനെ രക്ഷിക്കാൻ കിട്ടിയ അവസരം ട്രംപ് മുതലെടുക്കുകയാണ് ചെയ്തതെന്നും സംശയമില്ല എന്നും ഇദ്ദേഹം പറയുന്നു. ട്രംപിന് മാത്രമേ ഇനി ഇസ്രായേലിനെ ഇറാന്റെ പക്കൽ നിന്നും രക്ഷിക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയാണ് ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് ഓടി അടുത്തേക്ക് എത്തിയത്. അവസാനം ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട് എന്ന് പറയും പോലെയായി കാര്യങ്ങൾ. പിന്നീട് എന്താണെന്നല്ലേ, ഇസ്രായേലിന് കെണിവെച്ച് തക്കം പാർത്തിരുന്ന ഇറാൻ ആകട്ടെ സ്വയം കുഴിച്ച കുഴിയിൽ തന്നെ വീഴുകയാണ് പിന്നീടുണ്ടായത്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ഇപ്പോൾ സ്വയം കുഴിച്ച കുഴിയിൽ വീണതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഇറാൻ വിദേശകാര്യമന്ത്രി ഇത്തരത്തിൽ കാര്യങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് സംസാരിക്കുന്നത്.